2024 ജാനുവരി മാസം മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. തിരുവോണ നക്ഷത്രം മകരം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവോണം. തിരുവോണ നക്ഷത്രക്കാർക്ക് 2024 മുതൽ ഒരു ഏപ്രിൽ മാസം വരെ വ്യാഴം 4-ലാണ് നിൽക്കുന്നത്. തിരുവോണ നക്ഷത്രക്കാർക്കും ഏഴര ശനിയുടെ കാലഘട്ടമാണ്. ഇതിൽ 2-ാം ഭാവത്തിലാണ് ഇവർക്ക് ശനി നിൽക്കുന്നത്. ഒരു വർഷക്കാലം കൂടി ഏഴര ശനിയുടെ കൂട്ടത്തിലാണ് തിരുവോണ നക്ഷത്രക്കാരുടെ പോക്ക്. പക്ഷേ 3-ലാണ് രാഹു. ഈ ഒരു വർഷത്തെ 3-ൽ രാഹുവാണ് നിൽക്കുന്നത് കൊണ്ട് വിദേശത്തേക്ക് പോകാനുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും ഒരു നല്ല സമയമാണ്. പക്ഷേ ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ രാഹുദശാകാലമായിരിക്കും അവർക്ക്. ഒരു 15 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടിക്ക് രാഹുദശയാണ്. പക്ഷെ 3-ൽ രാഹു ആകുമ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. കൂട്ടുകാരെന്തു പറഞ്ഞോ അത് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ മോഹം. അപ്പം അത് നമ്മുടെ അച്ഛനമ്മയൊക്കെ പറഞ്ഞ് തിരുത്തി ഇവരെ നമ്മുടെ രീതിയിലേക്ക്, അതായത് നിങ്ങൾക്ക് രാഹുവാണ് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അതേപോലെ ഈ നക്ഷത്രക്കാർ, അതായത് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ഈ രാഹു 3-ലെ രാഹു ഒരു ഛായാഗ്രഹമാണ്. അപ്പോൾ അത് പുതിയ പുതിയ സംരംഭങ്ങൾ നമുക്ക് മുന്നോട്ട് തരും. പക്ഷെ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് മുന്നിലേക്ക് പോരാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതേപോലെ 2-ാം ഭാവത്തിൽ നമുക്ക് ശനീശ്വരനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്തെങ്കിലും പറയുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും. പിന്നെ ടെൻഷൻ കൂടും. ഇവിടെ 4-ലാണ് വ്യാഴമെങ്കിലും അത് ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ്. ചൊവ്വയുടെ ക്ഷേത്രം അതും മേടൻ രാശിയിലാണ്, ശിരസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ടെൻഷൻ വരും, ദേഷ്യം കൂടുതൽ വരും. പറയേണ്ട കാര്യങ്ങളായിരിക്കില്ലേ പറയുക, പെട്ടെന്ന് ദേഷ്യം വരും. വീട്ടിൽ ഒരു കലഹത്തിൻ്റെ ഒരു രീതി വരാനായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും വാക്കുകൾ കുറച്ച് നോക്കി, ജോലിക്ക് പോകുന്നിടത്തായാലും എല്ലായിടത്തും വാക്കുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഏഴര ശനി പോകുന്ന പോലാണ്. വരുന്ന സമയത്തും ഏഴര ശനി പോകുന്ന സമയത്തും നമുക്ക് കുടുംബ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാക്കും. അതേപോലെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ നമുക്ക് ഏഴര ശനിയുടെ കാലഘട്ടമായിരിക്കും നമ്മളൊരു വീട് തന്നെ വയ്ക്കുക. അതൊക്കെ നല്ലതാണ്. ശനീശ്വരൻ നല്ല വീടൊക്കെ വയ്ക്കും. അതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ നമുക്ക് വീടുമിലേക്ക് വരുത്തണം എന്ന് പറയും. പുതിയ ബിസിനസ് അല്ല തുടങ്ങേണ്ട, വീടോ സ്ഥലമോ ഭൂമിയോ ഒക്കെ മേടിക്കണം എന്ന് പറയും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു വർഷം കൊണ്ട് നമ്മളെ നശിപ്പിക്കാനും ഈ ശനി സംഭവിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഭൂമിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതൊക്കെ ബാങ്കിലോ അങ്ങനെയൊക്കെ വെച്ച് ലോണും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ദോഷങ്ങളായിട്ട് നമുക്ക് സംഭവിക്കാനായിട്ട് ഇടയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ മകരം രാശിയിലുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇത് 4-ലെ ഈ വ്യാഴം നമുക്ക് ഏപ്രിൽ മാസത്തോടു കൂടി 5-ലേക്ക് വരും. അപ്പോൾ ഈശ്വര ഭജനം കൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നൊരു സമയം കൂടിയാണ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിക്കുക. പിന്നെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും, സ്ത്രീകളെ സംബന്ധിച്ച് ഇവർക്ക് 12-ലാണ് ഭാവമാണ് വ്യാഴം, 3-ലുമാണ്. അപ്പോൾ 12-ൻ്റെയും 3-ൻ്റെയും ഭാവമായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് 5-ലേക്കാണ് വരുന്നത്. അപ്പോൾ സന്താനങ്ങളെക്കുറിച്ചിട്ടുള്ള ആവലാതികൾ ധാരാളം ഉണ്ടായിരിക്കുന്നു. സന്താനങ്ങൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് നമുക്ക് ജോലി സ്ഥിരമായിട്ടില്ല, അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാലുമ്മയൊക്കെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങളാണല്ലോ നമുക്ക് കാലുമ്മിലും കൈമയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തിരുവോണ നക്ഷത്രക്കാർക്കുണ്ട്. ഇപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ വിളക്ക്, ധാര എന്നിവയൊക്കെ കൊടുക്കുക. പിന്നെ കൂവളത്തിൻ മാല അത് നന്നായിട്ട് കൊടുക്കുക. പിന്നെ ഈ ഗണപതിക്ക് മുട്ടിറക്കി പ്രാർത്ഥിക്കുക. പിന്നെ അതാത് നിങ്ങളുടെ ഏത് സ്ഥലത്താണോ നിങ്ങൾ നിൽക്കുന്നത് അവിടുത്തെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഈ 2024 ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.